ജീവിതത്തിൽ നാം ഏറ്റവും അധികം പ്രാധാന്യം നൽകേണ്ടത് നമ്മുടെ അടിയന്തര ആവശ്യങ്ങൾക്കാണ്, അല്ലേ? എങ്കിൽ പരിസ്ഥിതി എന്നത് നിങ്ങളുടെ അടിയന്തര ആവശ്യമായി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നമുക്ക് നോക്കാം. Importance of environmental issues is often ignored as they seem complex or not urgent. പരിസ്ഥിതി പ്രശ്നങ്ങളുടെ ഗൗരവം. പരിസ്ഥിതി എന്നത് ഒരു അടിയന്തര ആവശ്യമായി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉടനെ നമ്മെ ബാധിക്കില്ലെന്ന് കരുതി പരിസ്ഥിതി പ്രശ്നങ്ങളുടെ ഗൗരവം നിങ്ങൾ അവഗണിക്കുന്നുണ്ടോ? പരിസ്ഥിതി പ്രശ്നങ്ങളുടെ സങ്കീർണത കാരണം എന്തു ചെയ്യണമെന്ന് നിങ്ങൾക്ക് വ്യക്തമാകാതെ പോകുന്നുണ്ടോ? എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സുഭാഷിതം പരിസ്ഥിതി എന്ന വിഷയത്തിന്മേൽ എത്ര ഗൗരവം നമ്മൾ നൽകുന്നുണ്ട് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു അന്വേഷണമാണ്. നമുക്കറിയാം, നമ്മളെ ഏറ്റവും ആദ്യം പരിസ്ഥിതി എന്ന വിഷയത്തെ എങ്ങനെയാണ് ശ്രദ്ധിച്ചു തുടങ്ങിയത്, അല്ലെങ്കിൽ എപ്പോൾ മുതലാണ് നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് എന്നുള്ളത് അതൊന്ന് ഓർത്തു നോക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാല് എനിക്ക് തോന്നുന്നു സ്കൂൾ ക്ലാസ്സുകൾ കഴിയുന്നതോടുകൂടി നമുക്ക് നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് കൂടുതൽ ഒരു അവയർനെസ് കിട്ടുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം വിദ്യാഭ്യാസത്തിനാണ്. ആ വിദ്യാഭ്യാസം എന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു തൊഴിലാണ്. ആ തൊഴിലിലൂടെ നമ്മൾ വരുമാനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ വരുമാനത്തിലൂടെയാണ് നമ്മൾ പിന്നീടുള്ള നമ്മുടെ ജീവിത ആവശ്യങ്ങൾക്ക് പിന്നീടുള്ള ജീവിത ആവശ്യങ്ങൾ എന്നതിന് മേലെ പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഈ ഒരു രീതിയിലാണ് സമൂഹം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇതിലെവിടെയാണ് നമ്മൾ മുന്നേ മനസ്സിലാക്കിയ പരിസ്ഥിതി എന്നത് വിഷയമായി വരുന്നത് എന്നുള്ളതിലാണ് നമുക്ക് വേണ്ടത്ര ശ്രദ്ധ അല്ലെങ്കിൽ അറിവ് ലഭിക്കാതെ പോയത്. അപ്പൊ അതിലേക്കാണ് നമ്മൾ ഇന്ന് ഒരു 3 ചോദ്യങ്ങളിലൂടെ നമ്മളൊന്ന് സഞ്ചരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നമ്മൾ കണ്ടു, പരിസ്ഥിതി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു ഉടനടി ആവശ്യമായിട്ട് അല്ലെങ്കിൽ അടിയന്തര ആവശ്യമായിട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നുള്ളത്. ശരിക്കും ഇപ്പൊ ഈ പറഞ്ഞ ജീവിത ആവശ്യങ്ങളിൽ നമ്മൾ പ്രാഥമിക പരിഗണന എന്തിനാണ് നൽകേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് തന്നെ നമുക്ക് ഒരുപാട് ആശയക്കുഴപ്പങ്ങളുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് പരിസ്ഥിതി എന്നതിനെ കുറിച്ച് നമുക്ക് ലഭിച്ച അറിവ് അത് നമ്മുടെ ജീവിതത്തിലെ ഉടനടി ആവശ്യമായിട്ട് തോന്നത്തക്ക വിധത്തിൽ ലഭിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിൽ പ്രാധാന്യം നമ്മൾ നൽകുന്നത് എന്തിനാണ്? ആ പ്രാധാന്യവും നമ്മുടെ ചുറ്റുപാടും എത്രത്തോളം ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. അപ്പോ ഉടനടി ആവശ്യമായിട്ട് പരിസ്ഥിതിയെ മനസ്സിലാക്കേണ്ടുന്ന തരത്തിലേക്ക് ഒരു അറിവ് നമുക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാന കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ നമുക്ക് മിക്കവാറും വരുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല്, നമ്മളൊരു പരിസ്ഥിതി പ്രശ്നത്തെ കേൾക്കുന്നു അല്ലെങ്കിൽ എവിടെയെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നതായിട്ട് അറിയുന്നു, പക്ഷെ അത് നമുക്ക് ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കുന്നില്ല, അതല്ലെങ്കിൽ ഇപ്പൊ അത് എന്നെ ബാധിക്കുന്നതല്ല എന്ന തരത്തിൽ, അതായത് ഏതൊരു പരിസ്ഥിതി പ്രശ്നവും നമ്മളിൽ നിന്ന് വളരെ ദൂരെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അത് അർഹിക്കുന്ന പ്രാധാന്യം ലഭിക്കാതെ പോകുന്നുണ്ടോ എന്ന് നമുക്ക് അന്വേഷിക്കാം. അതായത് ഈ ചോദ്യങ്ങളിലൂടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാല്, നമുക്കറിയാം പരിസ്ഥിതി എന്നത് വലിയൊരു വിഷയമാകേണ്ടതാണ്, അല്ലെങ്കിൽ പരിസ്ഥിതി പ്രശ്നങ്ങൾ നമ്മളെ വളരെയധികം ബാധിക്കുന്നതാണ്. പക്ഷെ എങ്കിലും നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ മറ്റ് അടിയന്തര ആവശ്യങ്ങൾക്ക് പുറകെ പോകുന്നത് കൊണ്ട് തന്നെ ഈ വിഷയം അല്ലെങ്കിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ജീവിതം ആകെ നിലനിൽക്കുന്നത് എന്നുള്ള ഒരു അറിവ് നമ്മളിൽ പ്രവർത്തിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ വളരെ ദൂരെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്, ഇപ്പോഴൊന്നും ഇത് നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണോ നമ്മൾ അതിന് അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കാത്തത് എന്നുള്ളത് ചിന്തിക്കുക. അപ്പൊ ഇതിൽ ഏത് ചോദ്യത്തിലാണ് അല്ലെങ്കിൽ അതിന്റെ ഉത്തരത്തിലാണ് നമ്മൾ ഈ വിഷയത്തെ അടിയന്തരമായിട്ടൊരു ആവശ്യമായിട്ട് മനസ്സിലാക്കാതെ പോകുന്നത് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഇതില് ഒരുപാട് പരിസ്ഥിതി പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇത് നടക്കുന്നതിന്റെ ആഘാതം എന്ന് പറയുന്നത് വലിയ, ഇപ്പം നമുക്കറിയാം നമ്മുടെ രാജ്യം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ വികസിത രാജ്യങ്ങളിൽ സംഭവിക്കുന്ന രീതിയിലുള്ള വൻ പരിസ്ഥിതിക തകർച്ച നമ്മുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ.
അതായത് നമ്മൾ അതിന്റെ കൃത്യമായിട്ടുള്ള ആഘാതത്തിലേക്ക് വന്നിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു വൻ നഗരങ്ങളിൽ, ഡൽഹി പോലുള്ള വൻ നഗരങ്ങളിലൊക്കെ ഇപ്പൊ അതിന്റെ ശരിക്കുള്ള ആഘാതത്തിലേക്ക് ആളുകൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അനുഭവിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പക്ഷെ നമ്മൾ കേരളം പോലുള്ള ഒരു സ്ഥലത്ത് സിറ്റികളിൽ പല കുടിവെള്ള പ്രശ്നം അല്ലെങ്കിൽ വായു മലിനീകരണം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ചൂട്, ഇതൊക്കെ നേരിടുന്നുണ്ടെങ്കിലും നമ്മൾ അത് ആ ഒരു കാലാവസ്ഥ കഴിയുന്നതോടുകൂടി, അല്ലെങ്കിൽ അതൊരു കുറച്ചു കാലം കഴിയുന്നതോടുകൂടി അത് വീണ്ടും ഒരു നോർമലൈസ് ചെയ്ത് വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതുകൊണ്ട് തന്നെ നമുക്ക് തുടർച്ചയായിട്ട് ആഘാതങ്ങൾ അനുഭവിക്കാത്തത് കൊണ്ടാണോ ഇത് നമ്മുടെ ഒരു അടിയന്തര പ്രശ്നമായിട്ട് നമുക്ക് ബോധ്യമാകാതെ വരുന്നത് എന്നത് നോക്കുക. അപ്പൊ ഇതിൽ ഏത് കാരണത്താലാണ് നമ്മൾ പിന്നെ ഇതൊരു ഇതിന് പ്രാധാന്യം നൽകാതെ വരുന്നത് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. അതുപോലെ നമ്മൾ എല്ലാം ഇത് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇതൊക്കെ സാധാരണ പോലെ സംഭവിച്ചോളും, ഇത് നമ്മളെ അങ്ങനെ ബാധിക്കില്ല, ഇത്രയൊക്കെ ഇപ്പൊ നമ്മൾ പലപ്പോഴും ചെറിയ ചെറിയ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണം നമ്മുടെ ഒട്ടും അശ്രദ്ധയില്ലാത്ത ചില പ്രവൃത്തികളാണെന്ന് പറയുന്ന സമയത്ത് ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ, ഇതിലെന്താണ് കിടക്കുന്നത്? പിന്നെ വരുന്ന പ്രശ്നങ്ങൾ എല്ലാവരും കൂടിയിട്ടല്ലേ അഭിമുഖീകരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെ പറയുന്ന സമയത്ത് അത് എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, എന്നിട്ട് ആർക്കും പ്രശ്നങ്ങളില്ലല്ലോ, ആർക്കെങ്കിലുമൊക്കെ അല്ലേ പ്രശ്നം ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള ഒരു ലാഘവത്വത്തോടു കൂടി ആ പ്രശ്നത്തെ നേരിടുന്നത് കണ്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് പരിസ്ഥിതി പ്രശ്നങ്ങളെയും നമ്മൾ നേരിടുന്നത് എന്നുള്ളതാണ്. കാരണം ഇത് നമ്മൾ ഇതിനെ അവെയർ ആവുന്നത് പോലെ തന്നെ ഇതിന്റെ ഭരണതലത്തിലുള്ള അല്ലെങ്കിൽ ഇത് കൈകാര്യം ചെയ്യുന്ന മേഖലയിലുള്ളവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലേ. അപ്പൊ അവരല്ലേ ഇത് കൂടുതൽ നന്നായിട്ട് ഇതിനു വേണ്ടി പ്രവർത്തിക്കേണ്ടത്. ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അതായത് ഓരോ മേഖലയും നമ്മൾ വേർതിരിച്ച് അതിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലയിലുള്ളവരല്ലേ ഇത് ശ്രദ്ധിക്കേണ്ടത്. അതായത് ഇത് നമ്മുടെ ഒരു വിഷയം ആകേണ്ടതില്ലല്ലോ, കാരണം നമുക്ക് വേറെ ജോലികൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇതല്ലല്ലോ നമ്മുടെ വിഷയം എന്നുള്ളതാണ് വരുന്നത്. അപ്പൊ അത്തരത്തില് നമ്മൾ ഈ വിഷയത്തെ മാറ്റി നിർത്തുന്നുണ്ടോ, ഇത് നമ്മുടെ ഒരു നേരിട്ട് ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് കൈകാര്യം ചെയ്യേണ്ടത്, എനിക്കിതിൽ പങ്കില്ല എന്ന് നമ്മൾ മാറി നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഭരണതലത്തിൽ മാത്രം കൈകാര്യം ചെയ്യപ്പെടേണ്ടുന്ന ഒരു വിഷയമായിട്ട് നമ്മൾ ഇതിനെ മാറ്റി നിർത്തുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ ഇതില് പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രശ്നങ്ങളുണ്ട്. ഇത് എവിടെയാണ് തുടങ്ങുന്നത്, എവിടെയാണിത് തുടരുന്നത്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഇതിന്റെ ഒരു അവസാനം എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം പരിസ്ഥിതി എന്ന് പറയുന്നത് തന്നെ പരസ്പരം ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്, പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാഴ്ച അല്ലെങ്കിൽ ഈ ഒരു അവബോധം ഇല്ലാതെ അതിനെ കാണുന്ന സമയത്ത് ഇത് വളരെ കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നമാണ്. ഇത് നമുക്കൊന്നും ഇതിലൊന്നും ഇത് ചിന്തിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ഇത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വ്യക്തതക്കുറവ് നമുക്കുണ്ടായേക്കാം. അപ്പൊ ആ രൂപത്തില് കൃത്യമായിട്ട് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എവിടെയാണ് തുടങ്ങേണ്ടത്. ഇപ്പം പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന്റെ ഒരു വിദൂര ഫലം എന്താണെന്ന് പോലും ചിലപ്പോൾ നമ്മൾ ചിന്തിക്കണമെന്നില്ല. ഇപ്പോൾ സ്കൂൾ കുട്ടികൾ വരെ അവരൊരു ക്ലാസ് സ്കൂളിൽ അതിനെ പറ്റിയുള്ള ഒരു ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തുന്ന സമയത്ത് വീട്ടുകാരോട് അത് ഷെയർ ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ ആ കുട്ടി അതിന് പ്രാധാന്യം കൊടുത്തത് ശ്രദ്ധിക്കുന്നുണ്ടാകാം. പക്ഷെ വീട്ടുകാർ അത് ഒരു കുട്ടിക്ക് ഒരു പുതിയ അറിവ് കിട്ടി, ഇനി അത് അവനത് ഫോളോ ചെയ്യട്ടെ എന്നുള്ള രൂപത്തിൽ അത് നമുക്ക് എടുക്കേണ്ടതുണ്ടോ, ഒരു അറിവ് നമ്മളിൽ പ്രവർത്തിക്കേണ്ടതുണ്ടോ എന്നുള്ളത് ചിന്തിക്കുന്നില്ല. അപ്പൊ ആ രീതിയിൽ ഈ പരിസ്ഥിതി പ്രശ്നം എന്ന് പറയുന്നത് വളരെ സങ്കീർണം നിറഞ്ഞതാണ് എന്നതുകൊണ്ട് നമ്മൾ അതിനെ മാറ്റി നിർത്തുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം ഇത്തരത്തില് ഏത് രീതിയിലാണ് നമ്മൾ ഈ പരിസ്ഥിതി വിഷയങ്ങളെ കാണേണ്ടത്, അതിന് ആ ഒരു രീതിയിലല്ല കാണുന്നത് എന്നുള്ളത് കൊണ്ട് ഈ ചോദ്യങ്ങളിൽ ഏത് ചോദ്യത്തിലാണ് നമുക്കുള്ള ഉത്തരം കിടക്കേണ്ടത് എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പരിസ്ഥിതി വിഷയം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു, ഈ പരിസ്ഥിതിയെ കുറിച്ച് എത്രത്തോളം നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ആ പരിസ്ഥിതി എന്ന് പറയുന്നതിന്റെ പിന്നെ ആഴത്തിലേക്ക് നമ്മൾ പോകാതെ ഇരിക്കുന്നതിന്റെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ എന്തുകൊണ്ട് നമുക്ക് എത്രത്തോളം അനുഭവിച്ചാലും മനസ്സിലാക്കിയാലും പിന്നെ ഇതിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ നൽകുന്നില്ല. ഇപ്പൊ നമുക്കറിയാം, ഒരു മറ്റ് കാലങ്ങളെ അപേക്ഷിച്ച് ഇക്കാലത്ത് ഇതിനെക്കുറിച്ച് കൂടുതൽ പ്രവർത്തനങ്ങൾ നടക്കുന്നതുണ്ട്. ഈ ഒരു കാര്യത്തിലേക്ക് ഒറ്റയ്ക്ക് നമ്മൾ എവിടെയെങ്കിലും ഇരുന്ന് ചെയ്തത് കൊണ്ട് മാത്രം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം എന്ന് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യാതിരിക്കാനും
പാടില്ല, ചെയ്യേണ്ടതുണ്ട്. പക്ഷെ ആ കൂട്ടായ പ്രവർത്തനം എന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഉത്ബോധിപ്പിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം പരിസ്ഥിതി പ്രവർത്തനങ്ങളും കൂടുതലായിട്ട് നടക്കുന്നുണ്ട്. എന്നാൽ പരിസ്ഥിതിയെ കുറിച്ച് ഒട്ടും കൺസേൺ അല്ലാത്ത ഒരു സമൂഹവും ഒപ്പം ഇതിനു പിന്നിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത് രണ്ടും ഒരേ സമയം വൈരുദ്ധ്യമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ചോദ്യങ്ങളിലൂടെ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, ഈ ചോദ്യത്തിന് മുന്നിൽ നമ്മൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്, ഇതിലെവിടെയാണ് നമ്മൾ തടയുന്നത് എന്ന് ഒരു ആത്മപരിശോധന നടത്തി ഇതിന് വേണ്ടുന്ന പ്രാധാന്യം ഇനിയെങ്കിലും നൽകാനായിട്ട് നമ്മൾ ശ്രദ്ധ കൊണ്ടുവരണമെന്ന് പറയുകയാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു വിഷയമായിട്ട് അവതരിപ്പിക്കാനുള്ളത്. ഇത് വേണ്ടുന്ന രീതിയിൽ വേണ്ടുന്നവണ്ണം പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.